ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എണ്ണക്കടി ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ. അതിനുവേണ്ടി 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒന്ന് കഷ്ണാക്കി മുറിച്ചിട്ട് ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങി വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുകയാണേ. ഇതൊന്ന് പകുതി വറവായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ് നല്ലത് കേട്ടോ. എണ്ണക്കടീനേക്കാളും നല്ലത് നമുക്കിങ്ങനെ ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അങ്ങനെ ഇതൊന്ന് വറവായി വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ബാക്കി വന്ന നെയ്യിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത സേമിയാണ് കേട്ടോ. വറുക്കാത്ത സേമിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 50 ഗ്രാം റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും വറുത്ത റവയാണ് കേട്ടോ. അങ്ങനെ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ചൂടായാൽ മാത്രം മതിയേ. ഇത് വറുത്തതായതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ചൂടായാൽ മാത്രം മതി. ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അങ്ങനെ 2 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. തിളച്ച വെള്ളം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 അച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കുകയാണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഒരു നാളികേരം, ഒരു മീഡിയം സൈസ് നാളികേരം ചിരകിയെടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ പഴം തണുത്ത് വന്നപ്പോൾ ഞാനതൊന്ന് പുഴുങ്ങിയ പഴം തണുത്തതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ശർക്കര അങ്ങനെ ഉരുകി വരുന്നുണ്ട്. ശർക്കര ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങാപ്പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കേട്ടോ. ഇത് നല്ല ശർക്കരയാണ്. ഇതിൽ കല്ലോ പൊടിയോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ. അങ്ങനെ ആ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ചൂടായി വരണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണേ. നേന്ത്രപ്പഴം പുഴുങ്ങിയതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റവയും സേമിയ ഉണ്ടല്ലോ അതും കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ ഉടച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് ഉടച്ചൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി ഈ ഒരു പരുവത്തിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ വാഴയിലയിൽ അട പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ വാഴയിലയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് പരത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഞാനൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ എല്ലാതും ഒന്ന് നിരത്തി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ പലഹാരത്തിൻ്റെ പണി. ഇത് കണ്ടോ, വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മായം ആണ് കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.